السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يزال الرجل يذهب بنفسه حتى يكتب في الجبارين فيصيبه ما أصابهم. صدق رسوله الأمين. لك الحمد مولانا على كل نعمتي، ومن جملة النعماء قولي لك الحمد، ولا حمد إلا أنت منا بنعمتي، فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ളവരെ, കിബിറിൻ്റെ, അഹങ്കാരത്തിൻ്റെ കെടുതികളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്ന താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, ചരിത്രങ്ങൾ ഒക്കെയാണ് കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിലൂടെ ഇവിടെ പറഞ്ഞതും നിങ്ങൾ കേട്ടതും. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യപ്രകൃതിയെ അടിമുടി മാറ്റേണ്ടതുണ്ട് കലിമ തൗഹീദിലൂടെ. ഒരു മുഅ്മിനിന് ചില ക്വാളിറ്റികൾ, ചില യോഗ്യതകൾ, ചില ഗുണഗണങ്ങൾ അനിവാര്യമാണ്. ആ ക്വാളിറ്റികൾ മരണത്തിന് മുമ്പ് ഞാനും നിങ്ങളും സ്ഥാപിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് ജീവിത ലക്ഷ്യം കരഗതമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു മുസൽമാന് അല്ലെങ്കിൽ ഒരു കറകളഞ്ഞ സത്യവിശ്വാസിക്ക് അടിസ്ഥാനപരമായി അനിവാര്യമായ ഗുണങ്ങളെക്കുറിച്ച്, എന്തൊക്കെ സ്വഭാവത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ശ്രദ്ധയോടെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഹങ്കാരം ഒരു പ്രധാനപ്പെട്ട മനോരോഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ലോക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യമായി കിബിർ നടിച്ചവൻ, അഹങ്കാരം നടിച്ചവൻ ആരാണ്? ലോക ചരിത്രത്തിലെ പ്രഥമ അഹങ്കാരി, ആദ്യത്തെ അഹങ്കാരി ആരാണ്? ഇന്നും എന്നുമുള്ള അഹങ്കാരികളുടെ നായകൻ, ഇമാമായ ആ സൃഷ്ടി ആരാണ്? ഇന്നത്തെയും എന്നത്തെയും അഹങ്കാരികളുടെ ഇമാമ് അവനാണ്. ആദ്യം അഹങ്കാരം നടിച്ചവൻ. ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുന്നുണ്ട്. അത് മറ്റാരുമല്ല, മഹാപണ്ഡിതനും പരമഭക്തനും ആബിദുമായിരുന്ന അസാസീൽ എന്നവനാണ് ആദ്യമായി അഹങ്കാരം നടിച്ചവൻ. അസാസീൽ കേമനായിരുന്നു, ഉന്നതനായിരുന്നു, മഹത്വമുള്ളവനായിരുന്നു. കാനമിൻ അഷ്റാഫിൽ മലായികത്തി, വർഗം കൊണ്ട് മലക്കുകളുടെ വർഗമല്ലെങ്കിലും മഹാന്മാരായ വിശുദ്ധരായ മലായികത്തിൽപ്പെട്ട അഷ്റാഫുകൾക്കൊപ്പം, കേമന്മാർക്കൊപ്പം വിശുദ്ധരായ ഉന്നതരായ മലക്കുകൾക്കിടയിൽ കഴിഞ്ഞുകൊണ്ടിരുന്നവനാണ് അസാസീൽ.
മാത്രമല്ല വകാന ഖാസിനൻ അലൽ ജിനാൻ. തഫ്സീറുകളിൽ വിശദീകരിക്കുന്നുണ്ട് അസാസീലിന്റെ ചരിത്രം. സ്വർഗങ്ങളുടെ അധികാരം അല്ലാഹു അവനെയാണ് ഏൽപ്പിച്ചിരുന്നത്. വകാന ഖാസിനൻ അലൽ ജിനാൻ കാന ലഹു സുൽത്താനു സമാഇ ദുനിയാ വസുൽത്താനുൽ അർളി. ഒന്നാം ആകാശത്തിന്റെയും ഈ ഭൂമിയുടെയും അധികാരം ഒരുപാട് കാലം ഏൽപ്പിക്കപ്പെട്ടവനായിരുന്നു അസാസീൽ. 80,000 കൊല്ലം, 80 കൊല്ലമല്ല 80,000 വർഷങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത ആബിദായിരുന്നു അസാസീൽ. ഭക്തനായിരുന്നു, ആബിദായിരുന്നു. മലക്കുകൾക്കിടയിൽ 80,000 കൊല്ലം ഇബാദത്ത് ചെയ്തവനായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ, ഒരു വേളയിൽ അഹങ്കാരം നടിച്ചപ്പോൾ അസാസീൽ എന്ന കേമൻ ഇബ്ലീസുൽ ലഈനായി അധപതിച്ചു. ഇബ്ലീസുൽ ലഈൻ, ആട്ടിയോടിക്കപ്പെട്ട ഇബ്ലീസായി അസാസീൽ എന്ന മഹാൻ മാറി. എന്തുകൊണ്ട്? ഒരു വേളയിലെ ഒരു അഹങ്കാരം, സ്ഥിരമായ അഹങ്കാരമല്ല, ഒരു സന്ദർഭത്തിലെ അഹങ്കാരം അവനെ ഇബ്ലീസുൽ ലഈനാക്കി മാറ്റി. ഇബ്ലീസ് അബ്ലസയിൽ നിന്ന് പോന്ന നാമമാണ് ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നിത്യനിരാശയിൽ അകപ്പെട്ടവൻ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ടോ അനുഗ്രഹമോ ഒരിക്കലുമില്ല എന്ന നിത്യനിരാശ പൂണ്ടവൻ എന്നാണ് ഇബ്ലീസ് എന്ന നാമത്തിന്റെ അർത്ഥം. അവൻ ഇബ്ലീസായി. ആ സംഭവം സൂറത്തു ബഖറയിലും സൂറ സ്വാദിലും ഒരുപാട് അധ്യായങ്ങളിലൂടെ ആ ചരിത്രം അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കറിയാവുന്ന സംഭവമാണ്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. വഇദ് ഖുൽനാ ലിൽ മലായികതി, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഉണ്ടായ ചരിത്രം പറയൂ നബിയെ, ഓർത്ത് ഉമ്മത്തിന് പഠിപ്പിക്കൂ നബിയെ. മലക്കുകളോട് പറഞ്ഞ ആ സന്ദർഭം, എന്തു പറഞ്ഞ സന്ദർഭം? ഉസ്ജുദൂ ലി ആദം, ആദമിന് നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുവീൻ, സുജൂദ് നിർവഹിക്കുവീൻ എന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിലുണ്ടായ ചരിത്രം. ആദം നബി അലൈഹിസ്സലാമിൽ റൂഹൂതി ആദം ഹയ്യായി മാറിയപ്പോൾ അല്ലാഹു മലക്കുകളോട് ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അത് സൃഷ്ടിക്കുള്ള സുജൂദല്ല, സൃഷ്ടാവിനുള്ള സുജൂദാണ്. അള്ളാന്റെ നിർദ്ദേശം മാനിച്ച് ചെയ്യുമ്പോൾ അള്ളാഹ്ക്കുള്ള സുജൂദാകും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഈ തൂണിന് സുജൂദാവോ, ഈ പള്ളിക്ക് സുജൂദാവോ? കഅബാലയത്തിനെ പ്രദക്ഷിണം വെക്കുമ്പോ ആ കരിങ്കൽ കെട്ടിടത്തിനുള്ള ഇബാദത്താവും? ഇല്ലല്ലോ. അള്ളാഹ് പറഞ്ഞുകൊണ്ട് അള്ളാഹ്ക്കാണത്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് നിർവഹിക്കുവീൻ എന്നല്ല പറഞ്ഞപ്പോ ഫസജദൂ, കോടാനുകോടി മലക്കുകളൊക്കെയും ആ ഉത്തരവ് വരേണ്ട താമസം അവിടെ സുജൂദിൽ വീണു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അന്നവൻ അസാസീലായിരുന്നു. എന്തേ ഇബ്ലീസ് ചെയ്യാതിരുന്നത്? അബാ, അവൻ സുജൂദ് വിലങ്ങി, അവൻ വിലക്കം കാണിച്ചു. വസ്തക്ബറ, അവൻ കിബിർ നടിക്കുകയും ചെയ്തു, അഹങ്കാരം പ്രകടിപ്പിക്കുകയും ചെയ്തു. തൽഫലമായി വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ സത്യനിഷേധികളിൽ പെട്ടു. ഒരു വിഗ്രഹത്തിനെ ആരാധിച്ചതുകൊണ്ടല്ല, അല്ലാഹു അല്ലാത്ത ദൈവമുണ്ടെന്ന് വിശ്വസിച്ചതിന്റെയോ ജൽപ്പിച്ചതിന്റെയോ പേരിലല്ല. അവൻ കാഫിരീങ്ങളിൽ പെട്ടുപോകാൻ കാരണം എന്താ?
അവൻ അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കൂല എന്നാ പറയുന്നത്. തൗഹീദ് കുറച്ച് ബലം കൂടിയ തൗഹീദാ. പടച്ചവനെ നിനക്ക് സുജൂദ് ഓക്കെ, ഞാൻ എന്തോരം ചെയ്തതാ, ഇനിയും ചെയ്യാ. തൗഹീദാണ് കനം കൂടി. തൗഹീദിനൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിൽ നിൽക്കണം. അള്ളാഹ് പറഞ്ഞ ആ തൗഹീദിന്റെ ബൗണ്ടറിയിൽ നിൽക്കണം. അതിനപ്പുറത്ത് ഊതി വീർപ്പിച്ച് തൗഹീദ് വലുതാക്കൊന്നും വേണ്ട. പടച്ചവനെ ഞാൻ ചെയ്യൂല, സുജൂദ് ചെയ്യൂല, ആദമിന് സൃഷ്ടിയായ ആദമിന് ഞാൻ സുജൂദ് ചെയ്യില്ല. വസ്തക്ബറ, അവൻ മേനി നടിച്ചു, അഹങ്കാരം നടിച്ചു. അതിന്റെ ഫലമായി വകാന മിനൽ കാഫിരീൻ, ഇബ്ലീസ് കാഫിരീങ്ങളിൽ മെമ്പറായിപ്പോയി. എങ്ങനെ അഹങ്കരിച്ചത്? ആ അഹങ്കാരം ഏത് തരത്തിലാണ് അവൻ പ്രകടിപ്പിച്ചത് എന്ന് സൂറത്ത് സ്വാദിൽ കാണാം. അള്ളാഹു ചോദിച്ചു, യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദിയ. അള്ളാഹു ചോദിച്ചു, യാ ഇബ്ലീസു, അല്ലയോ ഇബ്ലീസേ, മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദിയ, ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് പടച്ച ഈ ആദമിന് സുജൂദ് ചെയ്യാൻ എന്തേ നിനക്ക് തടസ്സം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് പടച്ച ആദമിന് നീ എന്തുകൊണ്ട് സുജൂദ് വിസമ്മതിച്ചു? എന്തേ സുജൂദ് ചെയ്യാതെ മാറി നിന്നു? ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. അങ്ങനെയാണ് അഹങ്കരിച്ചത്. ഇതൊക്കെ ഖുർആൻ പറയുന്നതാണ്. ഖാല, അവൻ കൊടുത്ത മറുപടി, അന ഖൈറും മിൻഹു, ഈ ആദമിനേക്കാൾ ഉത്തമൻ ഞാനല്ലേ. നുണയല്ലത്, നേരെയിരുന്നു. അവന്റെ ദൃഷ്ടിയിൽ അവൻ പറഞ്ഞ ന്യായം കറക്റ്റായിരുന്നു. എന്താ ന്യായം? ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. ഈ സാധനത്തിനെ പടച്ചത് കളിമണ്ണ് കൊണ്ടാണല്ലോ. കളിമണ്ണ്, മുട്ടിയാൽ സൗണ്ടുണ്ടാകുന്ന കളിമണ്ണ്, ലൂബ്രിക്കേഷനുള്ള മണ്ണ്, ഒട്ടുന്ന മണ്ണ്. ആ മണ്ണിനെ പല വിധത്തിൽ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹദീസും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനത്തെ മണ്ണ്, മനുഷ്യൻ ചവിട്ടി നടക്കുന്ന മണ്ണ്, ഉള്ളുപൊള്ളയായ ഒരു രൂപമുണ്ടാക്കി നീ അതിൽ ഊതുകയല്ലേ? അങ്ങനെയല്ലേ അതൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടത്. പക്ഷേ എന്നെ നീ അഗ്നിയാലാണല്ലോ പടച്ചത്, തീ കൊണ്ടാണല്ലോ നീ എന്നെ സൃഷ്ടിച്ചത്. തീ കൊണ്ട് പടച്ച ഞാൻ കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആദമിനേക്കാൾ ഉത്തമനല്ലയോ? അതുകൊണ്ട് സുജൂദ് ഞാൻ ചെയ്യൂല. ഈ ചരിത്രം ഇത്രമാത്രം വിശദമായി അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നതെന്തിനാ? അതും വേണല്ലോ ചിന്തിക്കുക. നമുക്കെന്താ ഇതില് കാര്യം? ആദമിന് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞു, അവൻ വിസമ്മതിച്ചു, അഹങ്കാരം നടിച്ച് അവൻ കാഫിറായി. ഈ പാഠം പഠിക്കുമ്പോ നമുക്കെന്താ അതിന്ന് മനസ്സിലാക്കാനുള്ളത്? ഒരു പോയിന്റാണ്. ഒരു പോയിന്റ്. എന്താണ് ആ പോയിന്റ്? എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ ഭക്തനായാലും, എത്ര വലിയ ആബിദായാലും, എത്ര വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവനായാലും, എന്തോരം മഹത്വമുള്ളവനായാലും, ഒരു നിമിഷത്തിൽ അഹങ്കാരം മനസ്സിൽ കടന്നുകൂടിയാൽ ആ സർവ സൗഭാഗ്യങ്ങളും തകർന്ന് തരിപ്പണമാകുകയും നിത്യനിരാശയുടെ പടുകുഴിയിൽ അത് പതിച്ചു പോവുകയും ചെയ്യും എന്ന ഗുണപാഠമാണ് അല്ലാഹു ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര വലിയ ആബിദായിക്കോട്ടെ, എത്ര ഇബാദത്തുള്ള ആളാവട്ടെ, എത്ര ഇൽമുള്ള ആളാകട്ടെ, മലക്കുകളെ ഉസ്താദായിന്നേ 80,000 കൊല്ലം ഇബാദത്ത് ചെയ്തു. മിൻ അഷ്റാഫിൽ മലായിക്ക, മലക്കുകൾ തന്നെ പല റേഞ്ചിലാ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പവർ മറ്റു പല മലക്കുകൾക്കില്ല. അഷ്റാഫുൽ മലായിക്കത്തിന്റെ കൂടെ ജീവിച്ച പടപ്പാണ് ഇവൻ. എന്നിട്ടോ അഹങ്കാരം കൊണ്ടവൻ ലഈൻ, മർജൂം, ഇബ്ലീസ് ആയി അധപതിച്ചു. ഇതാണ് മനുഷ്യന്മാരെ നിങ്ങളുടെയും ഗതി എന്ന് ഈ ചരിത്രത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞുതരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
ഇനി നമുക്ക് ഇത്രയും നമ്മൾ 2 വെള്ളിയാഴ്ച ഈ സമയം വരെയും നമ്മൾ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടാ സംസാരിച്ചത്. ഇനി സ്വഹീഹായ ചില ഹദീസുകൾ കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തബാറക വതആല, മുത്തുനബി പറയുന്നു, അല്ലാഹു പറയുന്നുണ്ട് മക്കളെ. ഇത് ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം തരുന്ന ഖുർആനല്ല, ഇഅ്ജാസ് ഇല്ല. ഖുർആനിന്റെ വചനങ്ങൾക്ക് ഇഅ്ജാസ് ഉണ്ട്. ഇത് അങ്ങനെയല്ല, അള്ളാഹുവിൽ നിന്ന് മനുഷ്യ വാക്കിലൂടെ പറഞ്ഞു തരുന്ന വാക്കാണ് ഖുദ്സിയായ ഹദീസ്, വിശുദ്ധമായ ഹദീസ്. എല്ലാം വിശുദ്ധം തന്നെയാണ്. ഇത് നബി പറയുന്നതല്ല, അള്ളാഹ് പറയുന്നു എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്ന ഹദീസ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി ഫമൻ നാസഅനി ഫീഹിമാ ഖസംതുഹു ഖസഫ്തുഹു ഫിന്നാർ. ഒക്കെ പഠിക്കേണ്ട ഹദീസാട്ടോ. പഠിക്കുക മാത്രമല്ല, ഉൾക്കൊള്ളും വേണം. അൽ കിബ്രിയാഉ റിദാഇ, അഹങ്കാരം, മേൽക്കോയ്മ, ഈഗോ എന്ന ഗുണം, റിദാഇ, എന്റെ മേൽമുണ്ടാണ്, എന്റെ മേൽ വസ്ത്രമാകുന്നു. അള്ളാഹു പറയാൻ, കിബിർ എനിക്കേ പറ്റുള്ളൂടോ. മേൽക്കോയ്മ നടിക്കാതെ എനിക്ക് മാത്രം അവകാശപ്പെട്ട എന്റെ ഷാളാണ്, എന്റെ മേൽമുണ്ടാണ്. അൽ കിബ്രിയാഉ റിദാഇ, അഹങ്കാരം എന്നതെന്റെ പുതപ്പാണ്, എന്റെ മേൽവസ്ത്രമാണ്. വല്ലഅ്മതു ഇസാരി, മഹത്വം എന്ന് പറയുന്നത് അത് എന്റെ ഉടുമുണ്ടാണ്, എന്റെ അരയുടുപ്പാണ്. അന്നൊക്കെ സാധാരണ 2 മുണ്ടാണ് ഉണ്ടാവുക. ഒന്ന് അരയുടുപ്പുമുണ്ട്, മറ്റൊരു തുണി പുതക്കാൻ. സംസാരിക്കുന്ന സംബോധിതരായ ആളുകളോട് ഇപ്പൊ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്രസ്സ്, ഷർട്ടാണ് കിബിരിയാ, തുണിയാണ് ഏത്? അളുമത്ത്, മഹത്വം. എന്റെതാ, എന്റെ മേൽമുണ്ടും എന്റെ അരമുണ്ടുമാണ് കിബിരിയാവും അളുമത്തും, അഥവാ ഈഗോയും മഹാത്മ്യവും. അത് എനിക്ക് അവകാശപ്പെട്ട എന്റെ ഡ്രസ്സാ. എന്നിട്ടല്ല പറഞ്ഞത്, ഫമൻ നാസഅനി ഫീഹിമാ, ഈ 2 എന്റെ വസ്ത്രം, എനിക്കവകാശപ്പെട്ട എന്റെ 2 വസ്ത്രങ്ങൾ, അതിലാരെങ്കിലും തർക്കിക്കാൻ വന്നാൽ, അതിൽ പിടിച്ചു വലിക്കാൻ വന്നാൽ, ഖസംതുഹു, ആ പിടിച്ചു വലിക്കാൻ വന്ന, തർക്കിക്കാൻ വന്നവനെ ഞാൻ തകർക്കുക തന്നെ ചെയ്യും. വഖദഫ്തുഹു ഫിന്നാർ, അവനെ പിടിച്ച് ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. വലാ ഉബാലി, ഞാനൊരു പ്രശ്നം തന്നെ ആക്കൂല അവനെ നരകത്തിലിടുന്നത് എന്നൊരു റിവായത്തിൽ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി പൈജാമിയും ജുബ്ബിയും ഒരു ഓവർകോട്ട് ഇട്ട് നടക്കുന്ന പ്രധാനമന്ത്രിയാണ്. അവിടെ ചെന്നിട്ട് അതിന് പിടിച്ചു വലിക്കാൻ ഒരാൾക്കാണ്ട് എത്താൻ തന്നെ പറ്റൂല. ഇനി എങ്ങാനും പ്രധാനമന്ത്രിയുടെ മുണ്ടുരിയാൻ നോക്കിയാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അവനെ വിടുവോ? സുരക്ഷാ സേന വിടുവോ? വിടൂല. അള്ളാഹ് പറയാണ്, ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഏതൊരുത്തൻ എന്റെ അഹങ്കാരം എന്ന് പറയുന്ന, കിബിരിയ എന്ന് പറയുന്ന എന്റെ പുതപ്പ് വലിച്ച് തർക്കിച്ച് വലിച്ചുകൊണ്ടാൻ വന്നാൽ, മഹത്വം, നമുക്കൊരു മഹത്വമില്ല. എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹ് തന്നതാ, തൽക്കാലം തന്നതാ. അല്ലാതെ നമുക്ക് സ്വയം അവകാശപ്പെട്ട ഒരു മഹത്വം ഒരു ആലിമിനും ഒരു ഔലിയക്കും ഒരു നബിക്കും ഇല്ല. അള്ളാഹ് കൊടുത്തതല്ലാതെ സ്വയം അധികാരമുള്ള ഒരു മഹത്വം ഇല്ല, അള്ളാഹ് തന്നതല്ലാതെ. അതുകൊണ്ട് മഹത്വം അതെന്റെ ഉടുമുണ്ടാണ്. അള്ളാനെ മറന്നെനിക്ക് മഹത്വമുണ്ടെന്ന് വാദിച്ചാൽ, അള്ളാഹുവിനെ മറന്നൊരാൾ അഹങ്കരിച്ചാൽ, ഖസംതുഹു, തകർത്ത് കളയും, പിടിച്ച് ഞാൻ നരകത്തിലേക്ക്, അവന്റെ പിടലി പിടിച്ച് നരകക്കുഴിയിലേക്ക് വലിച്ചെറിയും എന്ന് അള്ളാഹു പറയാണ്. പ്രിയമുള്ളവരെ, ഗൗരവമുള്ള കാര്യമാണ്. ഏതൊരാളെ മനസ്സിൽ ഒരല്പ അഹങ്കാരമുണ്ടോ, അവിടെ ഈമാനിന്റെ സാന്നിധ്യം ഒട്ടുണ്ടാവില്ല. ഈമാനെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഈമാനാണെങ്കിൽ ഇഹപര ജീവിത വിജയത്തിന്റെ മൂലധനമാണ്. ഇവിടെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, ഇവിടെ അധികാരം ഉണ്ടായിട്ട് കാര്യമില്ല. ഈമാനോടുകൂടെ ഇത് 2 ഉണ്ടെങ്കിലേ ഇവിടെയും കാര്യമുള്ളൂ, അല്ലേ?
അധികാരം എന്ന് പറഞ്ഞപ്പോൾ ഒരു MLA പാറി പറക്കുന്നല്ലോ അധികാരം കൊണ്ട്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ അധികാരം കൊണ്ട്? എന്തായി? അതിന്റെ കൂടെ ഈമാനില്ലാത്തതിന്റെ പ്രശ്നം എല്ലാ രംഗത്തുണ്ടാവും, എല്ലാ രംഗത്തുണ്ടാവും. ഈ ലോകത്തെയും പരലോകത്തെയും സ്വസ്ഥ സന്തോഷ ജീവിതത്തിന്റെ റഅ്സുൽ മാൽ, മൂലധനമാണ് ഈമാൻ, സത്യവിശ്വാസം. ആ സത്യവിശ്വാസത്തെ തകർത്ത് കളയുന്ന അഗ്നിയാണ് അഹങ്കാരമെന്ന് പറയുന്നത്. പുണ്യ റസൂൽ പറയുന്നത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗം ആരാണ്? അവരുടെ ഹൃദയത്തിലുണ്ട് മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ. കടുകിട, കടുകുമണി, നമുക്ക് കടുകറിയില്ലേ, കടുക്, അതിൽ നിന്നൊരു കടുകുമണി എന്തോരുണ്ടാവും? കടുകുമണിയുടെ തൂക്കത്തിൽ അഹങ്കാരം ഏതൊരുത്തന്റെ മനസ്സിലുണ്ടോ അവൻ സ്വർഗം കാണുന്ന പ്രശ്നമില്ല. അതോടൊപ്പം ഹബീബ് ചേർത്തി പറഞ്ഞു, വലാ യദ്ഖുലുന്നാർ മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. ഏതൊരാളുടെ ഹൃദയത്തിൽ കടുകുമണി, ഒരു കടുകുമണിയുടെ അത്ര ഈമാനുണ്ടോ അവൻ നരകത്തിലും പോവില്ല. കടുകുമണിയുടെ അത്ര കിബറുള്ളവൻ സ്വർഗം കാണൂല. കടുകുമണിയുടെ അത്ര ഈമാൻ ഹൃദയത്തിലുള്ളവൻ നരകവും കാണൂല, നരകത്തിലും പോവൂല. ഇത് രണ്ടും ചേർത്തി വെച്ച എന്താ അർത്ഥം? എവിടെ കിബറുണ്ടോ അവിടെ ഈമാനില്ല, എവിടെ ഈമാനുണ്ടോ അവിടെ കിബറുമില്ല. എവിടെ ഒരാളിൽ ഈമാനുണ്ടോ കിബറിന്റെ സാന്നിധ്യേ ഉണ്ടാവില്ല. ഒരാളിൽ കിബറുണ്ടോ അവിടെ ഈമാന്റെ സാന്നിധ്യം. ഇത് തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടൂല. ഇതൊക്കെ കേട്ടാലും ഇതൊക്കെ മനസ്സിലായാലും നമുക്കൊരു ഗൗരവം തോന്നൂല, നമുക്കൊരു ബേജാറും തോന്നൂല. എന്താ? ഞങ്ങൾക്ക് കിബറില്ല. അതൊരു കിബറാണ്. ഞാനെന്ന് പറഞ്ഞത് കിബറൊന്നുമില്ലാത്തൊരു തികഞ്ഞ ആളാണ്, അതൊരു കിബറാണ്. ഇത് വളരെ അപകടം പിടിച്ച മേഖലയത്. മഹാന്മാരായ സ്വഹാബാക്കൾ ഈ ഹദീസ് കേട്ട് പൊട്ടിക്കരഞ്ഞവരുണ്ട്. മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, സ്വഹാബാക്കളെ കൂട്ടത്തിലെ മഹാപണ്ഡിതൻ, ഭക്തരായ സ്വഹാബി, പുണ്യ റസൂലിന് പ്രിയപ്പെട്ട സ്വഹാബി, ധീരനായ ഉമറുൽ ഫാറൂഖിന്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, മക്കയിലെ സൊഫാ മർവാ കുന്ന് കേട്ടിട്ടില്ലേ? അവിടെ സൊഫാ കുന്നിന്റെ താഴെ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് കരയുകയാണ്. തന്റെ കരച്ചിൽ ജനങ്ങളെ കാണിക്കാതെ സങ്കടപ്പെട്ട് പൊട്ടിത്തേങ്ങി കരയുകയാണ്. ആ കരച്ചിൽ കണ്ടു മറ്റു സ്വഹാബാക്കള്. എന്തിപ്പാ കരച്ചില്? ദുന്യാവിലെ പ്രശ്നം ഓർത്ത് ഏതായാലും അങ്ങേര് കരയൂല, അങ്ങനത്തെ മനുഷ്യനാ. എന്തിനാ കരയുന്നേ? ഏതാനും ചില സ്വഹാബാക്കൾ, കൂട്ടുകാരായ അനുചരന്മാർ ചാരേ ചെന്ന് ചോദിച്ചു, യബ്ന ഉമർ മല്ലദീ യുബ്കീക യബ്ന ഉമർ, എന്തിനാ നിങ്ങൾ കരയുന്നത്? മഹാനായ സ്വഹാബി പറഞ്ഞു, ഒരു ഹദീസാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്, ഒരു ഹദീസാണ് എന്റെ കണ്ണുനീര് വരുത്തുന്നത്. ഏതാണ് ആ ഹദീസ്? അണുത്തൂക്കം കിബറുള്ള ആരും രക്ഷപ്പെടൂല, സ്വർഗം കാണൂല എന്നുള്ള ഹദീസ്. ഇതാണ് എന്റെ പ്രശ്നം. ആ അസുഖത്തിൽ നിന്ന്, മനോരോഗത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. ഇതിനാ ഞാൻ കരയുന്നത്. നമ്മൾ കരഞ്ഞില്ലെങ്കിലും ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി ആദ്യം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവണ്ടേ? ഇപ്പൊ കിബിറ് എന്നൊക്കെ പറഞ്ഞാൽ കിൻഡൽ കണക്കിന് കിബിറ് വേണ്ടാന്നിപ്പോ പറഞ്ഞല്ലോ. കിലോ കണക്കിന് കിബിറുകൾ ഉണ്ടാകാൻ എന്തു മതി എന്നറിയാം നിങ്ങൾക്ക്? ഒരു അണുമണിത്തൂക്കോ ഒരു അണുത്തൂക്കോ എന്നല്ല, കിലോ കണക്കിന് കിബിറ് നമ്മുടെ മനസ്സിൽ ഭാരം തൂങ്ങാൻ എന്തു മതി എന്നറിയാം നിങ്ങൾക്ക്? ദുരഭിമാനവും പൊങ്ങച്ച പ്രകടനവും. ഇത് മതി. ദുരഭിമാനം, ഉള്ളില് അഭിമാനം. അള്ളാന്റെ നിയമത്ത് എന്നുള്ള ആത്മാഭിമാനം ഒരു മനുഷ്യന്, മുഅ്മിനിന് ഇസ്സത്തൊക്കെ വേണം. ഇതങ്ങനല്ല, ദുരഭിമാനം, അതിനനുസരിച്ചുള്ള പൊങ്ങച്ച പ്രകടനം. ആ ആൾക്ക് കിലോ കണക്കിന് കിബിറുണ്ടാവും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ യസാലുർ റജുലു യദ്ഹബു ബിനഫ്സിഹി, ഒരു മനുഷ്യൻ ആത്മപ്രശംസ നടത്തിക്കൊണ്ടിരിക്കും. യദ്ഹബു ബിനഫ്സിഹി, സ്വയം മഹാൻ ചമയും, സ്വയം ഗുണങ്ങളെക്കുറിച്ച് ഉള്ളിൽ ഉൾപ്പുളകമുള്ളതോടൊപ്പം ജനങ്ങളോട് സ്വന്തത്തെ അങ്ങനെ വർണ്ണിച്ചു പറയും. ഞാൻ അത്. പ്രത്യേകിച്ച് ഈ തെക്ക് ഭാഗത്തുള്ളവരൊക്കെ എന്ന് പറഞ്ഞ ഒരാളെ കണ്ട, പ്രത്യേകിച്ച് ഒരു ഉസ്താദിനെയൊക്കെ കണ്ട, അസ്സലാമു അലൈക്കും, ഞാൻ പള്ളി സെക്രട്ടറിയുടെ അനിയന്റെ മോനാന്ന് പറയും. ഒരു മഹത്വം. ഞാൻ പണ്ടൊക്കെ ജമാഅത്ത് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഒരുപാട് സേവനം ഞാൻ നിൽക്കുന്ന ഇത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതല്ലേ, എന്തിനത് പരസ്യപ്പെടുത്തണേ? അല്ലെങ്കിൽ എന്താ തൊഴില്? സാമൂഹ്യ രംഗത്തൊക്കെ വർക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ എന്താകാം മര്യാദക്ക് പറയാന്നല്ലാതെ ഇത് വളമ്പുക, ഇത് വലിയ സംഭവം. അപ്പതേ ലാ യസാലുർ റജുലു, ഒരു മനുഷ്യൻ ആയിക്കൊണ്ടിരിക്കും, യദ്ഹബു ബിനഫ്സിഹി, ആത്മപ്രശംസ നടത്തിക്കൊണ്ടിരിക്കും. ഞാനൊരു സംഭവമാണ്, ഞാൻ കേമനാൻ, ഞാൻ അത് ചെയ്തവനാൻ, ഇത് ചെയ്തവനാൻ, ജനങ്ങൾക്കിടയിൽ എന്റെ സ്ഥാനം അത്രമാത്രമാണ് എന്നിങ്ങനെ എന്തൊക്കെ ഭാഷ ഉണ്ടോ അതൊക്കെ പെടും. ഇങ്ങനെ സ്വയം പൊക്കി പറഞ്ഞ് ഹത്താ യുക്തബ ഫിൽ ജബ്ബാരീൻ, ഈ മനുഷ്യന്റെ നാമം സ്വേച്ഛാധിപതികളായ ചരിത്രത്തിൽ വന്ന ധിക്കാരികൾക്കൊപ്പം ഇവന്റെ നാമം അല്ലാഹു രേഖപ്പെടുത്തും. ഇവനെന്താ ചെയ്തത്? ഞാൻ അള്ളേന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇവൻ ശിർക്കും ചെയ്തിട്ടില്ല. സ്വയം പൊങ്ങി പൊങ്ങച്ചം പ്രകടിപ്പിച്ച് പറഞ്ഞ് ഹത്താ യുക്തബ ഫിൽ ജബ്ബാരീൻ, കൊടും ക്രിമിനലുകളായ ധിക്കാരികളായ ചരിത്രത്തിൽ വന്ന ദുഷ്ടന്മാർ, അവരുടെ പേര് ഏത് ലിസ്റ്റിലാണോ, പട്ടികയിലാണോ, ആ പട്ടികയിൽ ഇവന്റെ പേരും ചേർക്കപ്പെടും. എന്നുവെച്ചാൽ ഫിർഔന്റെ കൂടെ, ഹാമാന്റെ കൂടെ, നമ്രൂദിന്റെ കൂടെ ഈ ദുഷ്ടന്മാരുടെ പേര് ഏതൊരു പട്ടികയിലാണോ, ഏതൊരു ഫയലിലാണോ അല്ലാഹു രേഖപ്പെടുത്തിയത്, ആ ഫയലിന്റെ അടിയിൽ ഇവന്റെ പേരും ചേർക്കപ്പെടും. ഫയുസീബുഹു മാ അസാബഹും, എന്നിട്ട് അവന്മാർക്ക് കിട്ടിയ കൊട്ട് ഇവനും കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി. ഫയുസീബുഹു മാ അസാബഹും, അവർക്ക് എന്തൊക്കെ മുസീബത്ത് വന്നോ അതൊക്കെ ഇവനും കിട്ടും. ഇവനെന്താ ചെയ്തത്? യദ്ഹബു ബിനഫ്സി, തന്നെ പൊക്കി. ഉള്ളിലാ പൊക്ക് ആദ്യം വന്നു, അത് പുറത്തേക്കും പൊക്കി. ഇത്ര ഉണ്ടായിട്ടുള്ളൂ. ലോകം കണ്ട ലോക ചക്രവർത്തി, മഹാചക്രവർത്തിയായിരുന്നല്ലോ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ല്ലേ ലോകം അടക്കി ഭരിച്ചു. ജിന്നിനെ, ഇൻസിനെ, പറവകളെ, ജന്തുക്കളെ മൊത്തം. എങ്ങനെ ഇത് ഒപ്പിച്ചെടുത്തത്? ഇത്ര വലിയ രാജാധികാരം എങ്ങനെ ഉണ്ടാക്കിയത്? വോട്ട് ചെയ്തിട്ട് കിട്ടിയതാണോ? അല്ല, വിനയത്തോടെ പടച്ചോനോട് ചോദിച്ചു മേടിച്ചതാ. സൂറത്ത് സ്വാദിൽ ആ ദുആ കാണാ, അള്ളാഹുവിനോട് ചോദിച്ചത്. ഖാല റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽകാ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. ഖാല, സുലൈമാൻ നബി ദുആ ചെയ്തു, റബ്ബിഗ്ഫിർലി, ഈ പാവപ്പെട്ട അടിമയോട് മാപ്പാക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. ഒരു നബി. വഹബ്ലി മുൽക്കാ, എനിക്കൊരു രാജാധികാരം തരൂ. ഏത് രാജാധികാരം? ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി, എനിക്ക് പിറകിൽ വരുന്ന മനുഷ്യന്മാർക്ക് ആർക്കും പ്രാപിക്കാനാകാത്ത, ആർക്കും നേടാനാകാത്ത അത്ര വിശാലമായ കരുത്തുറ്റ രാജാധികാരം എനിക്ക് നീ ഹബ്ലി, ഓശാരമായി കൊണ്ടല്ല, നീ അത് ഗിഫ്റ്റായിട്ട് തരണം. എനിക്ക് ചോദിച്ചു മേടിക്കാനോ പിടിച്ചു വലിക്കാനോ അത് നേടി ആ കസേരയിൽ ഇരിക്കാനൊന്നും കഴിയൂല. നീ ഹിബത്തായിട്ട് ഓശാരമായി തരണം. നീ ഓശാരം നൽകുന്നവനിൽ ഏറ്റവും ഉത്തമനായവനാണല്ലോ അല്ലാഹ്, തരുവോ? ഈ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തു. റെഡി. അങ്ങനെ ജിന്നിനെ, ഇൻസിനെ, കാറ്റിനെ എല്ലാം കീഴ്പ്പെടുത്തി കൊടുത്തു. എന്നിട്ടോ അഹങ്കാരം ഉണ്ടായോ?
ഈ കോലത്തിൽ രാജാധികാരം കിട്ടിയിട്ട് അഹങ്കാരം ഉണ്ടായോ? ഇതിപ്പോ ഒരു പഞ്ചായത്തിന്റെ ഒരു മൂലയുടെ അധികാരം. ഇതിപ്പോ ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിനെ 20 കഷ്ണിച്ചിട്ട് അല്ലെങ്കിൽ 24 കഷ്ണിച്ചിട്ട് അതിന്റെ ഒരു മൂലയായിരിക്കും, ഒരു ചെറിയ പോർഷനായിരിക്കും ഇത് ഒരു വാർഡ്. അരമണിക്കൂർ കൊണ്ട് നടന്ന് തീർക്കാവുന്ന സ്ഥലം ഇട്ടാവട്ടെ ഉണ്ടാവുള്ളൂ. അതിന്റെ മെമ്പർ ഒരു 5 കൊല്ലത്തിലാവുമ്പോഴേക്കിന് ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നവരാണ് നമ്മള്, അല്ലേ? ഈ പ്രവാചകനെ ലോകം മൊത്തം ഭരിക്കാൻ ഏൽപ്പിച്ചു, ജിന്നിനെയും ഇൻസിനെയും ജന്തുക്കളെയും. അഹങ്കാരം വന്നില്ലാന്ന് മാത്രല്ല, വന്നാൽ പാഠം പഠിപ്പിക്കുമെന്ന് അള്ളാഹു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട്. ഉണ്ടായാൽ പാഠം പഠിപ്പിക്കും, നബിയെ ഞാൻ നോക്കൂല. ചരിത്രത്തിൽ കാണാം, ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഹിയയിലും തഫ്സീറുകളിലൊക്കെ കാണുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ഒരിക്കൽ ജിന്നിനെയും ഇൻസിനെയും ജന്തുക്കളെയും സുലൈമാൻ നബി വിളിച്ചു, പുറപ്പെട്ടു വരൂ, കുടിലുകളിൽ നിന്ന് മനുഷ്യർ പുറപ്പെടൂ, ദ്വീപുകളിൽ നിന്ന് ജിന്നുകൾ, ബഹറുകളിൽ നിന്ന് ജിന്നുകൾ വരൂ, മാളങ്ങളിൽ നിന്ന് ഇഴജന്തുക്കൾ വരൂ, എല്ലാവരും വരൂ, വിശാലമായ ആ മരുഭൂമിയിലേക്ക് പുറപ്പെടൂ. അങ്ങനെ 2 ലക്ഷം മനുഷ്യർ, 2 ലക്ഷം ജിന്നുകൾ, അത്രമാത്രം ജീവജാലങ്ങൾ ആ മഹാമരുഭൂമിയിൽ സംഗമിച്ചു. അവിടെ വെച്ച് അല്ലാഹു ഫറുഫിയ ഇലസ്സമാ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വാനിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ആകാശമണ്ഡലങ്ങളിലെ മാലാഖമാരുടെ തസ്ബീഹുകൾ കേൾക്കും വിധത്തിൽ അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ആകാശമണ്ഡലങ്ങളിലേക്ക് ഈ മഹാസമ്മേളന നഗരിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോയി. എന്നിട്ട് അല്ലാഹു ഭൂമിയുടെ സമുദ്രനിരപ്പിലേക്ക് താഴ്ത്തി ഇറക്കി വെച്ചു. എന്നിട്ട് ഫസമിഅ സൗതൻ, അവിടെ ഒരു അനൗൺസ്മെന്റ് ഉയർന്നു കേട്ടു, ഒരു അശരീരി കേട്ടു. ഫസമിഅ സൗതൻ, എന്താ അവിടെ ഒരു അനൗൺസ്മെന്റ് കേട്ടത്? അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള അനൗൺസ്മെന്റാ. ലൗ കാന ഫീ ഖൽബി സാഹിബിക്കും, നിങ്ങളുടെ രാജാവായ എന്റെ റസൂലായ നുബുവത്ത് കിട്ടിയ ലോകം മടക്കി ഭരിക്കുന്ന നിങ്ങളുടെ ഈ ചങ്ങാതിയുണ്ടല്ലോ സുലൈമാൻ, ഈ സുലൈമാന്റെ മനസ്സിലുണ്ടായാൽ ലൗ കാന ഫീ ഖൽബി സാഹിബിക്കും മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, അണുവളവിൽ അഹങ്കാരമുണ്ടായാൽ ഇപ്പോൾ ഞാൻ വാനമണ്ഡലത്തിലേക്ക് എത്രമാത്രം ഉയർത്തിക്കൊണ്ടുപോയോ അതിനേക്കാൾ ഭൂമിയുടെ പാതാളത്തിലേക്ക് ഈ ചങ്ങാതിയെ ഞാൻ ചവിട്ടിത്താഴ്ത്തുമെന്ന് പടച്ച തമ്പുരാൻ. ഇപ്പൊ മഹത്വം കൊണ്ട് ഞാൻ മലക്കുകളുടെ തസ്ബീഹ് കേൾക്കുന്ന അത്ര ഉയരങ്ങളിലേക്ക്, വാന നിരീക്ഷണം നടത്തുന്ന ചന്ദ്രനിൽ പോയവർ വാങ്ക് കേട്ടു, തസ്ബീഹ് കേട്ടു, അള്ളാഹു അലം കേട്ടോ ഇല്ലേ നമുക്കറിയില്ല. എന്നാൽ അവിടെ അതൊക്കെ കേൾക്കുന്നാണ് ഈ സംഭവത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വാനലോകത്തെ മലക്കുകളുടെ തസ്ബീഹ് കേൾക്കുന്ന അത്രയും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. നിങ്ങളെ ഈ ചങ്ങാതി ഉണ്ടല്ലോ ഇത്ര വലിയ റേഞ്ചിലൊക്കെയാണ്, ശരിയാണ്. അണു അളവിൽ അഹങ്കാരം വന്നാൽ ആ ഉയർത്തിയതിനേക്കാൾ ഭൂമിയുടെ പാതാളത്തിലേക്ക് ഞാൻ ചവിട്ടിത്താഴ്ത്തും എന്ന്. അങ്ങനെ ഉണ്ടായും ചെയ്തല്ലോ. കാറ്റിലാണല്ലോ, പ്ലെയിനൊന്നുമില്ലാതെ പരവതാനി വിരിച്ച് കാറ്റിലല്ലേ. വലി സുലൈമാന റീഹ് ഗുദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരൊറ്റ ദിവസത്തെ എയറിലൂടെയുള്ള, പ്ലെയിനല്ലോ, കാറ്റിലൂടെയുള്ള യാത്ര 2 മാസം ഒട്ടകപ്പുറത്ത് ചെന്നെത്തുന്ന ദൂരം, ഒട്ടകപ്പുറത്ത് 2 മാസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം ഒരു രാവിലെയും വൈകുന്നേരവും ഒരു ദിവസത്തെ യാത്ര കൊണ്ടെത്തുന്നു. ഖുർആനാ പറയുന്നത്. ഇന്ന റീഹ കാനത്ത് തസീറു ബി സുലൈമാൻ അലൈഹിസ്സലാം. ഒരിക്കൽ കാറ്റിങ്ങനെ കൊണ്ടുപോവാണ് സുലൈമാൻ നബിയെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഫനളറ ഇലാ ഖമീസിഹി നളറതൻ വകാന ജദീദ, ഒരു പുതുപുത്തൻ വസ്ത്രമാണെന്ന് സുലൈമാൻ നബി അണിഞ്ഞത്. ലോക ചക്രവർത്തിയല്ലേ, പുതിയ വസ്ത്രമായപ്പോ ഫക അന്നഹു അഅജബഹു, കിബറൊന്നുണ്ടായില്ല. ഫക അന്നഹു അഅജബഹു, ഒരു ഉൾനാട്യം വന്നതുപോലെ, ഇത് കൊള്ളാലോ, എന്റെ ഈ വസ്ത്രം കൊള്ളാലോ എന്ന ഉൾ ചിന്ത വന്നതുപോലെ, വന്നു എന്നല്ല, ഫക അന്നഹു അഅജബഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തരക്കേടില്ലല്ലോ എന്ന് തോന്നിയപ്പോഴേക്ക് ഫവളഅതുഹു റീഹ്, പോകുന്നത് ഒരു രാഷ്ട്രത്തിലേക്കാ പോകുന്നത്. പോകുന്നത് എങ്ങട്ടാ?
ഒരു ലക്ഷ്യസ്ഥാനത്തേക്കാ. അവിടെ എത്തും, അവിടെ ലാൻഡ് ചെയ്തു. ആ വഴിയിൽ അവിടെ ഇറക്കി വെച്ചു കാറ്റ്. ഫഖാല ലിമ ഫഅൽതി ഹാദാ വലം ആമുർക്കി, ഞാൻ നിന്നോട് ഇവിടെ ഇറക്കാനല്ലല്ലോ പറഞ്ഞ്, നീ എന്താ എന്നെ ഇവിടെ വഴിയിൽ ഇറക്കി വിട്ടത്? കാലത്ത് കാറ്റ് പറഞ്ഞോത്രേ, ഇന്നമാ നുതീഉക ഇദാ അതഅതല്ലാ, നിങ്ങൾ അല്ലാഹനെ മറന്നാൽ നമ്മുടെ ഹെൽപ്പ് ഉണ്ടാവില്ല. അള്ളാന്റെ പവറിൽ നിങ്ങൾ ഓടുമ്പോഴാ ഞങ്ങൾ വഴിപ്പെടുള്ളൂ. നിങ്ങളിപ്പോ ആ വസ്ത്രത്തേക്ക് നോക്കിയിട്ടൊന്ന് സ്വയം ഉള്ളിലേക്ക് നോക്കിയാലോ അള്ളാനെ നോക്കുന്നതിന് പകരം, അത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് കാറ്റ് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. നോക്കൂ നിങ്ങൾ കാര്യത്തിന്റെ ഗൗരവം. ഗുരുതരമാണിത് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ വഅദ് പറഞ്ഞ് ഉപദേശിച്ച് ഉത്ബുദ്ധരാക്കിയ കൂട്ടത്തിൽ പറഞ്ഞു, ഈ അഹങ്കാരത്തിന്റെ കേസ് ഞാൻ മാത്രം നിങ്ങളോട് പറയുന്നതല്ല കേട്ടോ. പൂർവീക പ്രവാചകന്മാരൊക്കെ അവരുടെ സമുദായങ്ങളെ അടിവരയിട്ട് ഉണർത്തി നിരന്തരം പ്രസംഗിച്ച് നിരന്തരം ഉത്ബോധനം നടത്തി അവരെ പരിവർത്തനം വരുത്താൻ ശ്രമിച്ച കേസാണ് കിബിർ. നമുക്കിപ്പോ കിബിർ പറയുമ്പോ മൂല്യര് 2 ആഴ്ച പോരെ കിബിർ, ഇതിനാ 3-ാമത്തെ ആഴ്ച. എല്ലാ നബിമാരും അവരെ അനുയായികളോട് പറഞ്ഞ കേസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. റസൂലുള്ളാഹി പറയുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്ന നൂഹൻ ലമ്മാ ഹളറത്തുഹുൽ വഫാത്ത്, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം മരണാസന്നരായപ്പോൾ, വഫാത്തിന്റെ നേരം വന്നപ്പോൾ, ഫദഅ ഇബ്നഹു, തന്റെ മോനെ വിളിച്ചു. മോന് പറഞ്ഞ പല മക്കളുണ്ട്, 4 മക്കളുണ്ടായിരുന്നു എന്നാ തഫ്സീറുകളിൽ പറയുന്നത്. സാമ്, ഹാമ്, വേറൊരാള്, പിന്നെ കൻആന്. മറ്റേ 3-ാമത്തെ ആളെ പേര് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഈ 4 പേരിൽ കൻആൻ മാത്രാണ് ആ പ്രളയത്തിൽ മുങ്ങിച്ചത്തത്, കാഫിറായി ചത്തുപോയത്. മറ്റേ 3 മക്കളും നൂഹ് നബിയിലും അള്ളാഹുവിലും വിശ്വസിക്കുകയും കപ്പലിൽ കയറുകയും ചെയ്ത മക്കളാണ്. അതിൽ സാമ് എന്ന് പറഞ്ഞ മോന്റെ മക്കളാണ് അറബികൾ. ഹാമ് എന്ന് പറഞ്ഞ ആ മോന്റെ മക്കളാണ് അത്ര ആഫ്രിക്കക്കാര്. 3-ാമനായിട്ടുള്ള ഒരാളെ മക്കളാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിലെ യൂറോപ്പിലൊക്കെ മക്കൾ എന്നൊക്കെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി. കാരണം ഈ കപ്പലിൽ കയറിയ ആളുകളിൽ നിന്നാണല്ലോ പിന്നെ ലോക ജനത ലോകത്ത് പരക്കുന്നത്. എന്താവട്ടെ, ഒരു മോനെ നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉപ്പ മരിക്കാൻ പോവാണ്, ഒരു വസിയത്ത് പറയാണ്ട്. എന്താ വസിയത്ത്? ആ കടമുറി അങ്ങനെ ചെയ്യണം, ഈ വീട് ഇങ്ങനെ ചെയ്യണം, ആ വണ്ടി ആ ആൾക്ക് കൊടുക്കണം. ഇങ്ങനെയൊക്കെയല്ല നമ്മളെ വസിയത്ത്. തെറ്റൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊക്കെ വസിയത്ത് ആക്കാം, അത് തെറ്റല്ല. പക്ഷെ മൂല്യമുള്ള വസിയത്താണ് ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം മകന് കൊടുത്ത ഉപദേശം, വസിയത്ത്. എന്താണത്? യാ ബുനയ്യ ആമുറുക ബിസ്നതൈൻ വഅൻഹാക ബിസ്നതൈൻ അനിസ്നതൈൻ. മോനെ, ഞാൻ നിന്നോട് 2 കാര്യം കൽപ്പിക്കുന്നു, 2 കാര്യം വിലക്കുന്നു മോനെ. ഇതാണ് വാപ്പച്ചിക്ക് മോനോട് പറയാനുള്ളത്. ഞാൻ 1000 കൊല്ലം ജീവിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ഞാൻ പോവൺ, പടച്ചവന്റെ തൃപ്തിയിലേക്ക് ഞാൻ പോവൺ. പോകുന്നതിന്റെ മുമ്പ് പൊന്നുമോനെ, നീ ജീവിതത്തിൽ പകർത്താനുള്ള 2 കാര്യം, ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനുള്ള 2 കാര്യം, ഇതാണ് ഉപ്പാക്ക് പറയാനുള്ളത്. ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്നോട് കൽപ്പിക്കുന്ന 2 കാര്യങ്ങളിലൊന്ന് മോനെ കലിമത്തു തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിന് ആകാശഭൂമികളെക്കാൾ പവറുണ്ട് മോനെ, അതിലൂടെ നീ ജീവിക്കണം മോനെ. അത് മുദ്രാവാക്യമാക്കിയാൽ പോരാ, അത് നാവുകൊണ്ട് ഉരുവിട്ടാൽ മാത്രം പോരാ. കലിമത്തു തൗഹീദാകണം നിന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര, അതിന്റെ പ്രാക്ടിക്കൽ നിന്റെ ജീവിതത്തിലുടനീളം അന്ത്യശ്വാസം വലിക്കുന്നത് വരെ വേണം മോനെ. അതിന് ആകാശഭൂമികളെക്കാൾ പവറുണ്ട് പൊന്നുമോനെ. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന 2-ാമത്തെ കാര്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന മഹത്വമേറിയ ദിക്റാണ്. ഫഇന്നഹാ സ്വലാത്തു കുല്ലി ശൈഇൻ വബിഹാ യുർസഖുൽ ഖൽഖു. നൂഹ് നബി മകന് കൊടുത്ത ഉപദേശം റസൂലുള്ള നമുക്ക് പറഞ്ഞു തരികയാണ്, ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയാണ്. മോനെ, നിന്നോട് കൽപ്പിക്കുന്ന 2-ാമത്തെ കാര്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇതാണ്. ഫഇന്നഹാ സ്വലാത്തു കുല്ലി ശൈഇൻ, ഇത് എല്ലാ പടപ്പുകളുടെയും നിസ്കാരമാണിത്.
ഈ മൈക്കിന്റെ നിസ്കാരം, ഈ പള്ളിയുടെ നിസ്കാരം, ഈ മിമ്പറിന്റെ നിസ്കാരം, ഈ ശ്മശാനത്തിലെ മീസാൻ കല്ലുകളുടെ നിസ്കാരം, അവിടത്തെ പുല്ല് പുഷ്പങ്ങളുടെ നിസ്കാരം, സുബ്ഹാനല്ലാഹി വബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അത് കേൾക്കാനുള്ള കാതും അത് കാണാനുള്ള കണ്ണും നമുക്കില്ല. അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൃഷ്ടികളുടെയും നിസ്കാരമാണ് മോനെ. വബിഹാ യുർസഖുൽ ഖൽഖു, സർവ ജന്തുക്കൾക്കും അന്നം കിട്ടുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റിന്റെ പവറാണ്. അത് മനുഷ്യൻ മറന്നാലും മറ്റു ചരാചരങ്ങൾ ഉരുവിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജന്തുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ദിക്ർ മോൻ മറക്കരുത്. വഅൻഹാക അനിശ്ശിർക്കി വൽ കിബ്രി, ഞാൻ നിന്നെ വിലക്കുന്ന രണ്ട് കാര്യം, ഒന്ന് ശിർക്കാണ് മോനെ, രണ്ടാമത്തേത് കിബ്റാണ്, അഹങ്കാരമാണ് മോനെ. ഇത് രണ്ടും ഒരുപോലെ അപകടമാണ് മോനെ. ഇത്ര ചരിത്രം റസൂലുള്ള സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ, യാ റസൂലല്ലാ, ശിർക്ക് ഞങ്ങൾക്ക് എന്താണെന്നറിയാം, അതിന്റെ അപകടവും ഞങ്ങൾക്കറിയാം, കിബിർ എന്താ, അതൊന്ന് വിശദീകരിക്കാമോ? ഫഖാല സഫഹുൽ ഹഖി വഗംസുന്നാസ്, അങ്ങനെ പറഞ്ഞു. ബത്തറുൽ ഹഖി വഗംസുന്നാസ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞൊരു ഹദീസ് ഉദ്ധരിച്ചും കൊണ്ട് ഇവിടെ എങ്ങനെ പറഞ്ഞത്? സ്വഹാബാക്കൾ സഫഹുൽ ഹഖി, സത്യത്തെ വിഡ്ഢിത്താക്കുക, സത്യത്തെ വിഡ്ഢിത്വമാക്കുക. ഇന്നത്തെ ലോകത്ത് സത്യം പറയാൻ പറ്റുമോ? പെണ്ണെന്താന്ന് പറയാൻ പാടില്ല, പെണ്ണെന്ത് വേഷം അണിയാന്ന് പറയാൻ പാടില്ല. അത് ഞാൻ പുറത്തിറങ്ങി വഴലറിഞ്ഞാലും ഞാൻ പിന്തിരിപ്പൻ 4-ാം നൂറ്റാണ്ടിലെ മൂരാച്ചി. സോഷ്യൽ മീഡിയ മാത്രമല്ല, മുസ്ലിം നാമധാരികൾ അടക്കം എന്നെ പിടിച്ച് കല്ലെറിയും. നേര് പറയാൻ പറ്റൂല, നേരിനെ വിഡ്ഢിത്തമാക്കും, സഫാഹത്താക്കും. ഞാൻ ഉള്ളതുപോലെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ അംഗീകരിക്കൂലല്ലോ. മൊയ്ലിയരെന്താ വിവരക്കേട് പറയണമെന്ന് പറയും, നിങ്ങൾ പറയും, ആരും പറയും. അത് പറയുന്ന എന്തിന്റെ ലക്ഷണ? അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. വഹംസുന്നാസ്, പാവപ്പെട്ട ജനങ്ങളെ പുച്ഛിക്കുക. കേമന്മാരെ കൂട്ടുകൂട്ടും, കേമന്മാരെ കല്യാണത്തിന് വിളിക്കും, കേമന്മാരോട് പുഞ്ചിരി തൂകി സലാം പറയും. സമൂഹത്തിലെ 3rd ക്ലാസ് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കൂല, അവരെ മൈൻഡ് ചെയ്യൂല. ഇതൊക്കെയാണ് അഹങ്കാരം. സൂക്ഷിച്ചോ. ഇത് നൂഹ് നബി അലൈഹിസ്സലാം ആ മരണഘട്ടത്തിൽ പോലും മോനെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഇതാണ് നിങ്ങളോട് എനിക്കും പറയാനുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇൻഷാ അല്ലാഹ് ചില ഹദീസുകൾ കൂടി പറഞ്ഞ് സ്വഹാബാക്കളും ഔലിയാക്കളും ഈ വിഷയത്തിൽ പറഞ്ഞതും കൂടി പറഞ്ഞിട്ട് ഇതിനുള്ള ട്രീറ്റ്മെന്റ്, ഇതെങ്ങനെയൊക്കെ കടന്നു വരും, ഇതുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള ചില ലബോറട്ടറികളുണ്ട്. അപ്പൊ നമുക്ക് ഷുഗർ ഉണ്ടോ ഇല്ലേ നോക്കാൻ, കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലേ നോക്കാൻ അരമണിക്കൂർ മതിയല്ലോ അല്ലേ? ഇതേപോലെ ഒരു സ്കാനിങ് യന്ത്രങ്ങളും ടെസ്റ്റ് മെഷീനുകളും ഉണ്ട്, കിബർ ഉണ്ടോ ഇല്ലേ നോക്കാൻ. നമുക്ക് നോക്കണ്ടേ? എനിക്കുണ്ടോന്ന് ഞാൻ നോക്കുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. രക്ഷപ്പെടാൻ തേടിയല്ലാതെ എന്താ ചെയ്യാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പോലും ദുആ ചെയ്തത് എന്താണെന്നറിയോ? അല്ലാഹുവേ, കിബറിന്റെ അണുത്തൂക്കം എന്നിൽ വേണ്ട, കടുകുമണിയോളം കിബർ കാക്കണേ, നല്ല ദുആ ചെയ്തത്. എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്ഹത്തിൽ കിബ്രിയാ. മുത്ത് റസൂലിന്റെ ദുആകളുടെ കൂട്ടത്തിലെ ഒരു സുപ്രധാന ദുആയാണിത്. നമ്മളൊക്കെ ദുആ ചെയ്യണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്ഹത്തിൽ കിബ്രിയാ. അല്ലാഹുവേ, അഹങ്കാരത്തിന്റെ കാറ്റടിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതിന്റെ കാറ്റ് എന്നിലേക്ക് വരേണ്ട അള്ളാണ്, അണു അളവല്ല, കടുകുമണിയുടെ അളവല്ല. അതിന്റെ കാറ്റ് പോലും അപകടാൻ. അതുകൊണ്ട് കിബിരിയാഇന്റെ കാറ്റ് വരുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് നമ്മുടെ നേതാവ് ദുആ ചെയ്തതാണ്. അവിടെ അതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിക്കാനും അല്ലാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.